മന്ത്രിസഭയിലേക്കില്ലെന്ന മുൻ നിലപാടിൽ തന്നെയാണ് ചെന്നിത്തല ഇപ്പോഴും. പ്രധാനമായും 3 കാരണങ്ങളാണ് രമേശിനെ തടയുന്നത്. താൻ മന്ത്രിയായാൽ ഐ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണം കെ മുരളീധരൻ കൈയടക്കും. ആഭ്യന്തര വകുപ്പ് ലഭിക്കില്ല. സോളാർ കേസിൽ നിർണായക വഴിത്തിരിവ് ഉണ്ടാവുകയും ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടി വരികയും ചെയ്താൽ മുഖ്യമന്ത്രിയായി തന്നെ മന്ത്രിസഭയിലേക്ക് എത്താനാകും. ഇതിൽ കെ മുരളീധരൻ ഐ ഗ്രൂപ്പ് കൈയടക്കും എന്നതാണ് രമേശിൻ്റെയും ഗ്രൂപ്പിലെ ചില നേതാക്കളുടെയും ഉറക്കം കെടുത്തുന്ന പ്രധാന ഘടകം. അങ്ങനെ സംഭവിച്ചാൽ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏറെ വില കൊടുക്കേണ്ടി വരുമെന്ന് രമേശിനറിയാം. എന്നാൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളോട് എല്ലാം ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നായിരുന്നു ചെന്നിത്തലയും മുഖ്യമന്ത്രിയും പറഞ്ഞത്. മന്ത്രിസഭാ പുനഃസംഘടന വേണമോ മറ്റു കാര്യങ്ങൾ വേണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, ഞങ്ങൾ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളല്ല. ഇന്ന് വൈകിട്ടാണ് ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി രമേശ് ഡൽഹിക്ക് പോകുന്നത്. അടുത്ത ദിവസം മുഖ്യമന്ത്രിയും പോകുന്നുണ്ട്. രമേശിനെ ഉൾപ്പെടുത്തി മന്ത്രിസഭാ പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകുമെന്നാണ് സൂചന. റവന്യൂ വകുപ്പ് രമേശ് നൽകി ആഭ്യന്തരം മുഖ്യമന്ത്രി ഏറ്റെടുത്തേക്കും. അടൂർ പ്രകാശിന് വനം, തിരുവഞ്ചൂരിന് മറ്റേതെങ്കിലും വകുപ്പ് എന്നതാണ് ഇപ്പോഴുള്ള ധാരണ. അതോടൊപ്പം എൻ ശക്തനും മന്ത്രിസഭയിലേക്ക് വരും. മന്ത്രിസഭാ പുനഃസംഘടനയെയും രമേശിൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തെയും തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീറാണ് ആദ്യ വെടിപൊട്ടിച്ചത്. ഹൈക്കമാൻഡ് ഇടപെടുന്ന കാര്യത്തിൽ, വൈകിക്കൂടുന്ന കാര്യത്തിൽ നമുക്ക് ശക്തിയായിട്ട് അഭിപ്രായമുണ്ട്. തുടർന്ന് കേരള കോൺഗ്രസും ഇതേ നിലപാട് അറിയിച്ചു. അന്ന് വൈകിട്ട് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയെ നടത്തിയ ചർച്ചയിലും ഈ വികാരമുയർന്നു. തുടർന്നുണ്ടായ UDF യോഗത്തിൽ രമേശ് മന്ത്രിസഭയിൽ ചേരണമെന്ന് ശക്തമായ വാദം ഉയരുകയും ചെയ്തു. ഇതോടെ രമേശ് ചെന്നിത്തല മന്ത്രിയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പാവുകയും ചെയ്തു. എന്തായാലും ഇക്കുറി ഹൈക്കമാൻഡ് നിർദ്ദേശം ലംഘിക്കാൻ രമേശിന് കഴിയുമോ എന്ന് കണ്ടറിയണം. മീഡിയ 1 തിരുവനന്തപുരം.